താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണ്. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് കഥയായതുകൊണ്ടാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്റെ ഭക്തിയിൽ പ്രസാദിച്ച ദൈവം ഒരു ദിവസം ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു. ആ മനുഷ്യനോട് സന്തോഷത്തോടെ ദൈവം ചോദിച്ചു, ഭക്ത, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ഒരാഗ്രഹം എന്നോട് പറക, അത് ഞാൻ നിവർത്തിച്ചു തരാം. ഈ ഭക്തൻ സന്തോഷമായി. ഉടനെ ഭക്തൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുവാൻ ഇടവരരുത്. എന്ന് വെച്ചാൽ അവൾ എപ്പോഴും സന്തോഷമായിരിക്കണം. ദൈവത്തിന് സന്തോഷമായി. അയ്യോ, ഇവൻ ഭക്തൻ മാത്രമല്ല, ആ ഭാര്യയെ സ്നേഹിക്കുന്നവനും കൂടെയാണ്. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതത്ര ദഹിക്കത്തില്ല. എന്തു ബുദ്ധിശൂന്യത ആ മനുഷ്യൻ കാണിച്ചത്. ശരിയല്ലേ? അവൻ്റെ ആവശ്യം എന്താണ്, അവൻ്റെ ഇഷ്ടം എന്താണ്, അത് ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങുന്നതല്ലേ ആയിരുന്നോ ശരി? അല്ലേ? അങ്ങനെയാണോ? അപ്പോൾ ഈ മനുഷ്യനെ കഥയായതുകൊണ്ട് കണ്ടു കിട്ടത്തില്ല. എന്നാലും ഈ മനുഷ്യനോട് നമുക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് ഞാൻ ഉത്തരം പറഞ്ഞു തരും. അവൻ ബുദ്ധിഹീനനായതുകൊണ്ടല്ല, അവൻ മുടിഞ്ഞ ബുദ്ധിയുള്ളവനാണ്. കാരണം നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം പുള്ളിക്കറിയാം. പുള്ളി സന്തോഷമായിരിക്കണമെങ്കിൽ ഈ ഭാര്യ സന്തോഷമായിരുന്നാലേ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്കത് അറിയത്തില്ല. ഞാനും നിങ്ങളുമായിരിക്കുന്ന ലോകത്തിന് പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടെന്താ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജോലിക്ക് പോകുന്ന ഭർത്താവ് തൻ്റെ സന്തോഷത്തിന് വേണ്ടി പകൽ മുഴുവൻ പല പല കാര്യങ്ങളും ചെയ്യുന്നു. വീട്ടിനകത്ത് വരുമ്പോഴോ ദുഃഖിച്ച് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഭാര്യ, ആ സന്തോഷം മുഴുവനും പോയി. ഇല്ലേ? ഭാര്യ തൻ്റെ സന്തോഷത്തിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഭർത്താവാണെങ്കിലോ ദുഃഖവും കണ്ണീരും നിരാശയും ഭർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പോയില്ലേ? നിങ്ങളൊരു കുടുംബമാണെങ്കിൽ അതേക്കുറിച്ചാണ് പറയുന്നത്. മക്കളുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ. അവർ സ്കൂൾ വിട്ട് സന്തോഷത്തോടെ വീട്ടിൽ വരുന്നു. അമ്മ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പൻ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണെന്നൊന്ന് ചിന്തിച്ചേ. അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയും? എളുപ്പ വഴി ഇതാ, നമുക്കൊപ്പമുള്ള നമ്മുടെ പങ്കാളിയെ, നമുക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വയ്ക്കുക. അവർ സന്തോഷമായിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി മാറും. അതേ സഹോദരി, നിന്റെ ഭർത്താവ് ഹാപ്പി ആണെങ്കിൽ നിന്റെ ജീവിതം ഓട്ടോമാറ്റിക്കായി ഹാപ്പിയായി മാറും. നിന്റെ ഭാര്യ ഹാപ്പി ആണെങ്കിൽ സഹോദര, നീയും ഹാപ്പിയാ. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ മക്കളും ഹാപ്പിയാ. ഇത് മുതിർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ അല്പം പാടാണ്. കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടയടി ഉണ്ടാകുന്നത് ഈ ബേക്ക് ബെഞ്ചിലിരിക്കുന്ന ചേട്ടന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഭയങ്കര കൂട്ടയടിയുടെ ആൾക്കാരായിരിക്കും. കുറേ പേര് ഒരുമിച്ച് തോളി കയ്യിലിട്ട് മച്ചാ മച്ചാ അളിയ അളിയ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അതിൽ ആരെങ്കിലും ഒരുത്തൻ വേറെ ഒരുത്തനോട് എന്തെങ്കിലും പറയും, അവൻ ഇവനിട്ടിരിക്കും, ഇവൻ സങ്കടപ്പെട്ട് വരും, കൂട്ടുകാർക്ക് അത് കണ്ട് സങ്കടമാകും, പിന്നെ കൂട്ടയടിയായി. മനസ്സിലായല്ലോ? എന്തിനാ ഈ ഒരുത്തൻ്റെ വിഷയത്തിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം ഇടപെടാൻ പോകുന്നത്? നമ്മുടെ ജോലി അതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഈ കൂടെയുള്ള ഇവൻ ദുഃഖിച്ച് നടന്നാൽ ഈ കൂട്ടത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകത്തില്ല. അവൻ തമാശ പറയണം, അവൻ കാര്യം പറയണം, അവൻ ഹാപ്പി ആയിരിക്കണം. ഇങ്ങനെ ആ കൂട്ടത്തിൻ്റെ സന്തോഷമാണ് അതിനകത്തുള്ള ഓരോരുത്തരെയും സന്തോഷവാന്മാരാക്കി നിർത്തുന്നത്. പഠിക്കാത്തവരെന്ന് ടീച്ചർ പറഞ്ഞാലും, PTA മീറ്റിങ്ങിന് മാതാപിതാക്കളെ ടീച്ചർ വഴക്ക് പറഞ്ഞാലും, മറ്റു പിള്ളേർ കളിയാക്കിയാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവർ ഹാപ്പിയാണ്, അവരുടെ കൂട്ടം ഹാപ്പിയാണ്. ഒപ്പമുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിലായിരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇതൊരു ഭൗതികമായ അറിവ് മാത്രമല്ല, ബൈബിളും അത് തന്നെ പറയുന്നു. നോക്കിയേ, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇയ്യോബിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, ഒരു 3 സ്നേഹിതന്മാരെ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം പറയുകയാണ്, ഇവന്മാർ വലിയ പ്രശ്നത്തിലാണ് ഇയ്യോബേ, ഇവന്മാർ ഈ പ്രശ്നത്തിനകത്താണെങ്കിൽ നിനക്കൊരിക്കലും സന്തോഷമായി ഇനിയൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഇവർക്ക് കൺഫ്യൂഷനാണ്. ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇയ്യോബ് പാപം ചെയ്തതാണോ, ഇനി ദൈവം ഇയ്യോബിനെ ശിക്ഷിച്ചതാണോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷനായി ഇവരുടെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൺഫ്യൂഷൻ മാറി ഇവർ സ്വസ്ഥമാകണം, ഇവർക്ക് സന്തോഷമുണ്ടാകണം. അതേ പ്രിയരെ, നമുക്കൊപ്പമുള്ളവർ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായി ഹാപ്പി ആകും. ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇയ്യോബ് പ്രാർത്ഥിച്ചു, അവർ സ്വസ്ഥമായി, അവർക്ക് സന്തോഷമുണ്ടായി, അവരുടെ കൺഫ്യൂഷൻ എല്ലാം മാറി. ഫലം എന്താ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഇരട്ടി അവന് തിരികെ ലഭിച്ചു. നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വന്നു, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ വന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, ആ നഷ്ടപ്പെടൽ മുഖാന്തരം എന്തൊക്കെ ദുഃഖങ്ങളും നിരാശകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങൾ വേദനപ്പെട്ടായിരിക്കുന്നു, അതിനെല്ലാം പരിഹാരമാകുവാൻ
നിങ്ങൾക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വയ്ക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു പക്ഷേ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കാം, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, എവിടെയും നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നിങ്ങൾക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വെക്കുക. ഇക്ലയിട്ട് ചിരിപ്പിക്കാനല്ല പറയുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. അങ്ങനെ ഈ മനുഷ്യനും ഭാര്യയും വളരെ സന്തോഷത്തോടെ കണ്ണുനീരൊന്നുമില്ലാതെ ചിരിച്ചുല്ലസിച്ച് പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൊടുങ്കാറ്റടിച്ച് ഒരു പൊടി പറന്നു വന്ന് ഈ ഭക്തന്റെ ഭാര്യയുടെ കണ്ണിൽ വീണു. കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകുവാൻ തുടങ്ങി. ഭക്തന് ദേഷ്യം വന്നു. ദൈവമേ, നീ എന്നെ ചതിച്ചു, വരം തരാമെന്ന് പറഞ്ഞ് വന്ന് എൻ്റെ ഭാര്യ ഇതാ കരയുന്നു. ദൈവം ഉടനെ പ്രത്യക്ഷനായി. ഭക്തൻ കയറി അങ്ങ് റൈസായി ദൈവത്തോട്. ദൈവം പറഞ്ഞു, നീ അടങ്ങ്, കാര്യം പറ. കണ്ടില്ലേ ദൈവമേ, എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നേ, സഹിക്കുന്നില്ല അവനും അങ്ങ് കരയുക. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ ആ കണ്ണുനീർ, ആ കണ്ണിനകത്തുള്ള പൊടി പോകാനാ. ആ കണ്ണുനീർ നിൻ്റെ ഭാര്യയുടെ കണ്ണിനെ ശുദ്ധിയുള്ളതാക്കി മാറ്റും. കണ്ണുനീർ കണ്ണിലെ അഴുക്ക് കളഞ്ഞ് കണ്ണിനെ ശുദ്ധിയുള്ളതാക്കും. വലിയ വേദനയുടെ മധ്യത്തിലുള്ള കണ്ണുനീർ നിങ്ങളുടെ ഹൃദയവേദനയുടെ ഭാരത്തെ കുറയ്ക്കും, നിങ്ങൾക്ക് ആശ്വാസം നൽകും. കണ്ണുനീർ നിങ്ങളുടെ പാപത്തെ കഴുകും, നിങ്ങളുടെ കുറവുകളെ കഴുകും. ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നതാ. നോക്കി, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. സഹനം കണ്ണുനീരുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചവർ ദൈവത്തിൻ്റെയും കുഞ്ഞാട്ടിൻ്റെയും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. നാം വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, സഹനം അത് മുഖാന്തരമുള്ള കണ്ണുനീർ ഭക്തനെ ശുദ്ധനാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയരെ, കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കായി ചിന്തപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ രക്തത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന സകല അനുഗ്രഹങ്ങളും സകല അനുഭവങ്ങളും സകല പ്രിവിലേജസും നാം പ്രാപിച്ചെടുക്കുന്നത് നമ്മുടെ കണ്ണുനീരിലൂടെയാണ്. ആമേൻ. കരയുന്നവൻ കർത്താവിൽ നിന്ന് ചിന്തപ്പെട്ട രക്തത്തിൻ്റെ ശക്തി അനുഭവിക്കും. കരയുന്നവരെ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ പോകുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ജയം നിങ്ങൾ പ്രാപിക്കുവാൻ പോകുക. അതേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങൾക്ക് ജയം നൽകും. കരയുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചുമന്ന് കാൽവരി മലയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് യെരൂശലേം പുത്രിമാരെ നോക്കി പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കരയുന്ന നിങ്ങൾ ജയിക്കും. കാൽവരിയിൽ ഇതാ ഞാൻ അറക്കപ്പെടുവാൻ പോകുന്നു. എന്നിൽ നിന്ന് ചിന്തപ്പെടുന്ന രക്തം നിങ്ങൾക്ക് ജയമായി മാറും. നിങ്ങൾ കരയുന്നുവെങ്കിൽ കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട രക്തം നിങ്ങൾക്ക് ജയമായി മാറും. അഥവാ ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ആരുടെ? ഹാഗറിൻ്റെ കണ്ണ്. എവിടെ വെച്ചാണ് തുറന്നത്? മരുഭൂമിയിൽ, ബർഷേബ എന്ന മരുഭൂമിയിൽ ഹാഗർ ആയിരിക്കുന്നു. ഹാഗറിനൊപ്പം ഹാഗറിൻ്റെ മകനുണ്ട്. ആ മകൻ്റെ ജീവൻ നിലനിർത്തുവാനുള്ള വെള്ളം ഹാഗറിൻ്റെ കയ്യിലില്ല, ഉണ്ടായിരുന്നു, അത് തീർന്നുപോയി. അങ്ങനെ വെള്ളം തീർന്നപ്പോൾ വചനം പറയുന്നു, ഹാഗർ ഉറവ കണ്ടു, നീരുറവ കണ്ടു. അവളുടെ തലമുറയ്ക്ക് കൊടുത്ത് ജീവൻ നിലനിർത്തുവാൻ, വെള്ളം കൊടുത്ത് ജീവൻ നിലനിർത്തുവാനുള്ള നീരുറവ എവിടെ? മരുഭൂമിയിൽ കണ്ടു. എന്തുകൊണ്ടാണ് അവൾ കണ്ടത്? കണ്ണുകൊണ്ട്. ശരി തന്നെ. 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹാഗർ കരയുകയായിരുന്നു. ഹാഗറിന്റെ കണ്ണ് കരയുകയായിരുന്നു. കരഞ്ഞ കണ്ണ് ഉറവ കണ്ടു. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദര സഹോദരി, നിന്റെ കണ്ണ് ഉറവ കാണും. കരയുന്ന നിന്റെ കണ്ണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ കാണും. അതേ, ആ ജോലി സ്ഥലത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് തീർന്നിരിക്കുന്നു. ആ തുരുത്തിയിലെ വെള്ളം തീർന്നതുപോലെ വലിയ മരുഭൂമി ഒറ്റപ്പെട്ടായി നീ മാറിയിരിക്കുന്നു. സഹായിപ്പാൻ ആരുമില്ല, ആശ്രയിപ്പാൻ ആരുമില്ല. നിന്നിൽ നിന്ന് പലതും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ആവശ്യങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, ബാധ്യതകൾ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, മരണം കാത്ത് നിലവിളിക്കുന്നു. ഈ കഷ്ടത എനിക്ക് കാണുവാൻ വയ്യ, ഈ ഇല്ലായ്മ ഇനിയും എനിക്ക് വയ്യ. നീ കരയുക. അതേ കരയുന്ന നിന്റെ കണ്ണ്, സഹോദര, കരയുന്ന നിന്റെ കണ്ണ്
നീ എന്തിനെ കുറിച്ചോർത്താണോ കരയുന്നത് അതൊക്കെയും നന്നായിരിക്കുവാൻ വേണ്ടത് കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകൾ നന്നായി പഠിക്കുവാൻ വേണ്ടത് നിന്റെ കണ്ണ് ആ ജോലി സ്ഥലത്ത് കാണുവാൻ പോകുക. അതേ, നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവിധം ദൈവം നന്മ അവിടെ ഒരുക്കിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബാധ്യതകൾ തീർക്കുവാൻ, നിന്റെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണമുള്ളത് നേടുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിന്റെ തൊഴിൽ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. അതേ സഹോദരി, കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ കിടക്കുന്ന കിടക്കയിൽ നിന്റെ തലയണ കണ്ണുനീരിനാൽ കുതിർന്നിരിക്കുന്നു. മുമ്പിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതം, അയ്യോ എൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകും, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകും, ഞാൻ ഭർത്താവില്ലാത്തവളായി മാറും. കരയുക. അതേ, ആ കരയുന്ന കണ്ണ്, കരഞ്ഞ് കലങ്ങിയ നിന്റെ കണ്ണ് നിന്റെ കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് കാണുക. ഓ താങ്ക് യു ലോർഡ്, എൻ്റെ ദൈവം ഉറവയൊന്ന് തുറന്നിട്ടുണ്ട്. അതേ, നീ ദൈവത്തെ കാണുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ഈ സമയം തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, നിന്റെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് നീ കാണുക. അതേ, അത് ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. യെസ്, കരയുന്ന നീ അത് കാണുക. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് കാണുവാൻ വേണ്ടത് എൻ്റെ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. കരയുന്ന നിന്റെ കണ്ണ് അത് കാണുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, ആരോഗ്യമുള്ള നിന്റെ ശരീരം നീ കാണുവാൻ പോകുക. നശിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശരീരം എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ചില അവയവങ്ങൾ മരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കണ്ണ് ആരോഗ്യമുള്ള ശരീരവും ജീവനുള്ള അവയവങ്ങളെയും കാണുക. യേശുവിൻ നാമത്തിൽ ആ അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. താങ്ക് യു ലോർഡ്. ബാധ്യതയില്ലാത്ത നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ കാണുക. കരഞ്ഞ കണ്ണ്, ഓ തുറന്ന ഉറവ കണ്ടു. ആമേൻ. എപ്പോഴാ? ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു. പലരും ചോദിക്കും, ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു ഈ പെണ്ണുമ്പിള്ള അവിടെ നിന്ന് തിരിച്ച സമയത്ത് തന്നെ ഈ ഉറവയിൽ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സരാഫാത്തിലെ വിധവയുടെ വീട്ടിലിരുന്നത് പോലൊരു തുരുത്തി അങ്ങ് കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു? ശരിയല്ലേ? അത് എന്തിനാ ഈ പ്രശ്നത്തിൽ വന്നത്? ഇവൾ എവിടെ നിന്നാ വരുന്നേ? അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നാ വരുന്നേ. അബ്രഹാമിൻ്റെ വീട്ടിൽ ഇവൾ ആരായിരുന്നു? പണ്ട് ഇവൾ ദാസിയായിരുന്നു, പിന്നീട് ഇവൾ അബ്രഹാമിൻ്റെ ഭാര്യയായി മാറി. പക്ഷേ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ ആരാ? സാറ. അപ്പൊ നിങ്ങൾ ഇവിടെ തർക്കിക്കും വീണ്ടും, ഓ അത് സാറ പറഞ്ഞിട്ടല്ലേ. സാറ പറഞ്ഞതുകൊണ്ട് അബ്രഹാമിന് കുഴപ്പമില്ല, സാറായ്ക്കും കുഴപ്പമില്ല, ഹാഗറിനും കുഴപ്പമില്ല, പക്ഷേ ദൈവത്തിന് കുഴപ്പമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ നാം ചെയ്യുന്നത് നമുക്കൊപ്പമുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഒപ്പമുള്ളവർക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് അത് തെറ്റല്ല എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. ആരൊക്കെ ന്യായീകരിച്ചാലും തെറ്റ് 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 തന്നെയാണ്. ആമേൻ. ഹാഗറാണ്, സാറയാണ്. വച്ചു മാറ്റുവാൻ ഇതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നടപ്പുള്ള കാര്യമല്ല. പ്രിയരെ, അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും ഒപ്പമുള്ളവർ ശരിയെന്ന് പറഞ്ഞാൽ പാപം തന്നെയാണ്. പാപത്തിന്റെ ഫലം എന്താ? കൂടെ ഉള്ളവരിൽ നിന്ന് ഒഴിവാക്കപ്പെടും, ഒറ്റപ്പെടും. പാപം ചെയ്യുവാൻ തൂണ്ടിവിട്ടവർ തന്നെ ഈ പാപം ഹാഗറിനെ ഒഴിവാക്കി കളയുക. ഇവരാണ് പാപം ചെയ്യാൻ നിർബന്ധിച്ചത്, പക്ഷെ അവർ തന്നെ ഒഴിവാക്കുന്നു. പാപത്തിന്റെ ഫലം അതാണ് പ്രിയരെ. മദ്യപാനം എന്ന പാപത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നവരുണ്ട്. അവർ തന്നെയാണ് ആദ്യം നമ്മെ മുഴുകുടിയനെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്. ഞാനത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആമേൻ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ, കൂട്ടം ചേർന്ന് കൊലപാതകങ്ങൾ ചെയ്യും, പിടിച്ചുപറി നടത്തും, മോഷണം നടത്തും. എന്നിട്ട് അവസാനം ഇവർ പിടിക്കപ്പെടുന്നത് എങ്ങനെ? ഈ കൂടെ ഉള്ളവർ തന്നെ ഒറ്റ കൊടുക്കും, അല്ലെങ്കിൽ കൂടെ ഉള്ളവർ പരസ്പരം കലഹിച്ച് കൊല്ലും. ഭയം മുഖാന്തരം. പാപത്തിൻ്റെ പ്രോഡക്റ്റാണ് ഭയം, സംശയം, കലഹം. അയ്യോ, ഒഴിവാക്കപ്പെടൽ, ആ മരുഭൂമിയിൽ കിടന്ന് നിലവിളിക്കേണ്ട അവസ്ഥ. ആമേൻ. പാപം അവളുടെ ജീവിതത്തിലുണ്ടായി. ഫലം എന്താണ്? ഏറ്റവും നല്ലത് കിട്ടിയിട്ടും, അബ്രഹാമിൻ്റെ ഭാര്യ എന്ന സ്ഥാനം കിട്ടിയിട്ടും അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയരെ, പാപത്തിലൂടെ നാം എന്തൊക്കെ നേടിയെടുത്താലും പലതും വലുതായി നമ്മുടെ കയ്യിൽ കിട്ടിയേക്കാം, പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവൾ കരയുകയാണ്. കണ്ണുനീർ അവളുടെ പാപത്തെ കഴുകി അവളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു. അവൾ കരഞ്ഞതും ദൈവം അവളുടെ ശബ്ദം കേട്ടു. അയ്യോ, സ്വർഗത്തിൽ നിന്ന് അപ്പച്ചൻ പറയുക, അയ്യോ ഹാഗർ കരയുക, ഇനി അവൾക്ക് പാവമില്ല, ഇനി അവൾക്ക് കുറവില്ല.
പലരും പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുമ്പോൾ വിഷമത്തോടെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ദൈവദാസനെ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ കരയേണ്ടി വരുന്നത്? കരയുന്ന നിങ്ങളല്ല പാപത്തെക്കുറിച്ച് പറയാനുള്ളത്. കരയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരാണ് പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത്. പ്രിയ സഹോദരി, സഹോദര, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ ആ രാത്രിയിൽ തന്നെ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. നീ ഉറവ കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ കാൽവരി ക്രൂശിൽ നിനക്കായി ചിന്തപ്പെട്ട കുഞ്ഞാട്ടിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നീ പ്രാപിച്ചു. ജയം നീ അനുഭവിക്കുവാൻ പോകുക. രക്തത്തിന്റെ ജയം നീ അനുഭവിക്കുവാൻ പോകുക. കാൽവരിയിലെ ജയം നീ അനുഭവിക്കുവാൻ പോകുക. അത് നിന്റെ സൗഖ്യമായി, അത് നിന്റെ വിടുതലായി, അത് തലമുറകളുടെ നന്മയായി, നിന്റെ കുടുംബ ജീവിതത്തിലെ അനുഗ്രഹമായി അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. ആമേൻ. കരഞ്ഞ കണ്ണ് അതേ ആ അനുഗ്രഹം കാണുവാൻ പോകുക. അപ്പോൾ ഈ കണ്ണുനീർ നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കും. സഹനങ്ങൾ, കഷ്ടതകൾ നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കും. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുവാൻ. എന്തിനാ? നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഉറവയെന്ന് കാണിച്ചു തരുവാൻ. അത് ആ ഉറവ നിങ്ങൾ കാണുന്ന നല്ല ദിവസമായി ദിവസം മാറട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ള ഉറവകളെ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും അതിൽ നിന്ന് ധാരാളമായി കോരിയെടുത്ത് മരുഭൂമിയുടെ അനുഭവത്തിൽ നിങ്ങൾ വളരുന്നത് കാണുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കും. അപ്പോൾ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവ്, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയറോപമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരിൽ രോഗികളായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽവരി ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. രക്തത്താൽ പാപം കഴുകി വെടിപ്പാക്കി പാപമോചനം നൽകി ഇവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ. തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ. തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ചെയ്യുന്ന ജോലികൾ നന്മയായി അനുഗ്രഹമായി മാറട്ടെ. വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ പുതിയ ജോലികൾ ലഭിക്കട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ അക്കാമകൾ അടിച്ചു കിട്ടട്ടെ. താങ്ക് യു ലോർഡ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്പോൺസർമാരെ കിട്ടട്ടെ യേശുവിൻ നാമത്തിൽ. വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടട്ടെ യേശുവിൻ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൊഴിലിടങ്ങളിലെ സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ സമൃദ്ധിയുടെ വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വളർച്ച, അവരുടെ ഭാവി ജീവിതങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ കേൾക്കുന്ന മാതാപിതാക്കളുടെ കരങ്ങളെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. ഭവനങ്ങൾക്കകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ. അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കലഹവും മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാരം, വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. താങ്ക് യു ലോർഡ്. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.